വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ എണീറ്റ് മീനിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അടുക്കളയിലോട്ട് കയറി. മക്കൾക്ക് സ്കൂളിൽ പോകണമായിരുന്നു. കുറച്ച് നേരം ഞാൻ അടുക്കള വാതിൽ ഇച്ചിരി നേരം തുറന്നിടും കേട്ടോ. കാര്യം രാവിലെ നല്ല തണുപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. ആവോലിയാണേ, അതെല്ലാം നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു. ഞാനിതിൻ്റെ തോലുരിച്ചാണ് എടുക്കുന്നത്. മീനെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം മീൻ വറക്കാനായിട്ട് എടുത്ത് വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കും കേട്ടോ. എനിക്ക് വിനാഗിരിയുടെ രുചി ഭയങ്കര ഇഷ്ടമാണ് മീൻ വറക്കുന്നതിനും ഈ ഇറച്ചി ഫ്രൈ ചെയ്യുന്നതിനൊക്കെ. എടുത്തു വെച്ച മസാലയിലേക്ക് മീനൊക്കെ എടുത്ത് മസാലയൊക്കെ പുരട്ടി എടുത്ത് വെച്ചു കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീനെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് ഓരോന്നായിട്ടിട്ട് ഞാൻ വറുത്തെടുത്ത്. മീനൊക്കെ വറുത്തെടുത്ത് കേട്ടോ, മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട്. ഇവിടെ ഞാൻ മീൻകറി വെക്കുന്നത് കൂടുതൽ തേങ്ങ അരച്ചിട്ടാണ്. എനിക്കതാണ് ഇഷ്ടം, അത് എളുപ്പവുമാണ്. വേറെ മീനൊക്കെ ഉണ്ടല്ലോ, ചൂരയും നെമ്മീനും അങ്ങനെയൊക്കെയുള്ള മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ മല്ലിയും മുളകൊക്കെ അനത്തി വറുത്തരച്ച് വെക്കുവേ. പക്ഷെ കൂടുതലും എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മിക്സിയിൽ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കുറച്ച് പുളിയും കൂടെ ഞാൻ ഇതിനകത്ത് തന്നെ ചേർക്കുകയെ. അതെല്ലാം ചേർത്ത് നല്ലോണം മഷി പോലെ അരച്ചെടുത്ത് ചട്ടിയിലേക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മീനൊക്കെ ഇട്ട് നല്ലോണം കലക്കി മീൻകറി റെഡിയാക്കിയെടുത്തു. തിളച്ച് വന്നപ്പോൾ നല്ല മണമായിരുന്നേ. അതിലേക്ക് ഞാൻ കടുകൊക്കെ താളിച്ച് ചേർത്തു. അങ്ങനെ മീൻകറി സെറ്റായി. അതിനുശേഷമേ പച്ചക്കറി എന്തെങ്കിലും വയ്ക്കണ്ടേ, അതിന് വേണ്ടി ഞാൻ ചതുരപ്പയർ എടുത്തു കേട്ടോ. അവിടെയൊക്കെ എന്തൊക്കെയാണ്, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ചതുരപ്പയർ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഒരു മെഴുക്ക് പുരട്ടി റെഡിയാക്കി.
അങ്ങനെ മെഴുകുവരട്ടിയൊക്കെ റെഡിയായി. മോൻ അങ്ങനെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി അതിനകത്ത് ചോറിട്ടു. മോൻ കുറച്ചും കൂടെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ കറികളെല്ലാം പ്രത്യേകം പാത്രത്തിലാണ് ഞാൻ കൊടുത്തു വിട്ടത്. ഇപ്പോൾ ഒട്ടും തന്നെ കൊണ്ടുപോകത്തില്ല വലുതായി കഴിഞ്ഞതിന് ശേഷം. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചോറിനകത്ത് തന്നെ കറികളൊക്കെ ഒഴിച്ച് കുറച്ച് സെറ്റാക്കി അമർത്തിയൊക്കെ വെച്ചതിന് ശേഷം വേറെ പാത്രത്തിൽ മീൻ വറുത്തതും മെഴുക്ക് വരട്ടി എല്ലാം എടുത്ത് മോൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കിയേ. പിന്നെ മോന് കഴിക്കാനായിട്ട് അപ്പവും തലേന്നത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കൊടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മോൻ സ്കൂളിലോട്ട് പോയേ. ബസ് സ്റ്റോപ്പ് വരെ ഞാനും കൂടെ പോകും കേട്ടോ രാവിലെ. അങ്ങനെ മോനെ ബസ്സിലൊക്കെ കയറ്റി വിട്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.